ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ഐസ്ക്രീമിൻ്റെ വീഡിയോ ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. ഇത് നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഐസ്ക്രീം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് വന്നിട്ടുള്ളവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1/2 ലിറ്റർ പാലുണ്ട്. 2 കപ്പ് പാല് ഞാൻ 250 ml അളവ് കപ്പിലാണ് അളന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പാല് തന്നെ എടുക്കണം, എങ്കിൽ മാത്രമേ ഐസ്ക്രീമിനൊരു ടേസ്റ്റ് ഉണ്ടാവൂ. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മൊത്തത്തിൽ ഒരു 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല മധുരം വേണമെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ പാൽപ്പൊടി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി. പാൽപ്പൊടി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നല്ലപോലെ തിക്കായിട്ട് വരണം. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ ഇതേപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് തിക്കായി പോകരുത്. ഇതേപോലെ കുറച്ചൊന്ന് കുറുകി വന്നാൽ മാത്രം മതി. ഇതിലേക്ക് ഇനി വാനില എസൻസോ അല്ലെങ്കിൽ വാനില പൗഡറോ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വാനില പൗഡറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഒരുപാട് അങ്ങ് തിക്കാവാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്. കുറച്ചൊന്ന് നന്നായിട്ട് കുക്കായി ഇതുപോലെ ഒന്ന് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. ഇത് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് ചൂടൊക്കെ പോയി കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഞാനിവിടെ 2 പാക്കറ്റ് അമൂലിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്, ഹെവി ക്രീം. ഇതിനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ്. അതുകൊണ്ടാണ് നേരത്തെ പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല മധുരം വേണമെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീമും ഹെവി ക്രീമും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതേപോലെ നല്ല ക്രീമി ആയിട്ട് വരണം. ഒരുപാട് സ്റ്റിഫ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ കേക്കിലൊക്കെ ചെയ്യുന്ന പോലെ സ്റ്റിഫാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ നല്ല ക്രീമി ആയിട്ട് വന്നാൽ മാത്രം മതി. നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ മിക്സിയിലാണ് അടിക്കുന്നതെങ്കിൽ ആദ്യം വിപ്പിംഗ് ക്രീമും ഹെവി ക്രീമും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പിന്നീട് ഈ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് കൂടെ അടിച്ചെടുത്താൽ മതി. ഇനി ഇത് ഈ ഒരു ക്രീമിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതേപോലെ നല്ല ക്രീമി ആയിട്ട് തന്നെ ഇരിക്കണം, എങ്കിൽ മാത്രമേ ഐസ്ക്രീം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ അതേപോലെ തന്നെ കിട്ടൂ. ഇനി ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലുള്ളൊരു കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഐസ് ക്രിസ്റ്റൽസ് ഒട്ടും തന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പ് കൊണ്ട് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ അടച്ചു കൊടുക്കാം. ഇത് ഞാനൊരു 10-12 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ടാണ് എടുക്കുന്നത്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പിറ്റേ ദിവസം രാവിലെയാണ് ഐസ്ക്രീം പുറത്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഐസ്ക്രീം കോണിലേക്കാണ് ഇത് സ്കൂപ്പ് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും, നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റിലാണുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്